എന്താണ് എല്ലാവർക്കും സുഖല്ലേ? ഓണൊക്കെ അടുത്തെത്തി തുടങ്ങിയല്ലേ? അപ്പോൾ ഇന്ന് ഞാനേ ഒരു അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതായത് അട ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ അരിമാവ് അരി പൊടിച്ച് അത് മാവാക്കിയിട്ട് വാഴനിലയിൽ ഇങ്ങനെ അണിഞ്ഞെടുത്ത് പുഴുങ്ങി അങ്ങനെ ഉണ്ടാക്കുന്ന അട. എന്നിട്ട് അതുകൊണ്ട് അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? പണ്ട് ഉണ്ടാക്കുക അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്തിരുന്നത്. അപ്പൊ ആ രീതിയിലൊന്ന് ഉണ്ടാക്കി കാണിക്കാട്ടോ. എൻ്റെ ഓർമ്മയില് എൻ്റെ വീട്ടിലൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ ഈ അടപ്രഥമൻ ഉണ്ടാക്കുക ഞാൻ 8ൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിരിക്കണേ. അപ്പോൾ അന്ന് അതിലും അതിന് മുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുപ്രായത്തില് അട പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛനാണ് ഈ അട മാവ് വാഴനിലയിൽ ഇങ്ങനെ അണിഞ്ഞിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാനങ്ങനെ അത്ര ഇത് ഉണ്ടാക്കാൻ അത്ര എക്സ്പെർട്ട് ഒന്നല്ല. എൻ്റെ ചേച്ചി നന്നായി ഉണ്ടാക്കും. അടപ്രഥമനായാലും പരിപ്പായാലും ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പൊ ചേച്ചിയുടെ വകയാണ് ഇന്നത്തെ അടപ്രഥമൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാകുമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പഴയ മോഡലില് ട്രഡീഷണൽ സ്റ്റൈലില് അട എങ്ങനെ ഉണ്ടാക്കി അടപ്രഥമൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഈ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണങ്ങല്ലരിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചരിയല്ല, ഉണങ്ങല്ലരി. ഉണങ്ങല്ലരി 250 ഗ്രാം എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 3 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് അത് പൊടിച്ചെടുത്തതാണ് ഈ അരിപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 250 ഗ്രാം അരിക്ക് 1/2 കിലോ ശർക്കര, 4 നാളികേരം. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കണക്ക്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, ഇതൊക്കെയാണ് ഇതിൽ സാധാരണ പായസത്തിൽ ചേർക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ നാളികേരം നന്നായി ചിരകിയിട്ട് അതിൻ്റെ പാലെടുക്കാം. അപ്പോൾ ആദ്യം 1-ാം പാൽ എടുത്തു വയ്ക്കണം. പിന്നെ 1-ാം പാൽ എന്ന് പറയുന്നത് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായി പിഴിഞ്ഞെടുക്കുന്നത്, അതാണ് 1-ാം പാൽ. പിന്നെ 2-ാം പാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അതിന് ഒന്നും കൂടിയും അതിൽ നാളികേരപ്പാൽ ആ വെള്ളമായി മിക്സ് ചെയ്തിട്ടുള്ള നാളികേരപ്പാൽ നമുക്ക് കിട്ടും. അത് പിഴിഞ്ഞെടുക്കുന്നതാണ് 2-ാം പാൽ. പിന്നെ വരുന്നത് 3-ാം പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടിയും ആ പിഴിഞ്ഞെടുത്ത ചണ്ടിയൊക്കെ ഒന്നും കൂടിയും വെള്ളത്തിലിട്ട് കഴുകി അതിൽ ഫുള്ള് പാലിങ്ങനെ പോരുന്ന വിധത്തിലാക്കിയിട്ട് അത് ആണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ അരിപ്പൊടി ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വല്ലാതെ വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരിപ്പൊടി കലക്കിയെടുക്കുക. ഇതാണ് നമ്മൾ ഇനി വാഴൻ്റെ ഇലയിൽ അണിഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് നീളത്തിലുള്ള വാഴയില നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കണം കേട്ടോ. കുറച്ച് അതിൽ ഇങ്ങനെ അണിഞ്ഞ് ചുറ്റാൻ പാകത്തിനായിട്ടുള്ളത്. അതാണ് ഇങ്ങനെ ഇത്രയും നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. അതിന് അണിയ എന്ന് പറയും. എന്നിട്ട് ഇത് ചുരുട്ടി വാഴയിലയുടെ സൈഡിലുള്ള ആ നാര് കൊണ്ട് തന്നെ ഇതിനെ ചുറ്റി കെട്ടണം. അങ്ങനെ ചുറ്റി കെട്ടിയിട്ട് വെള്ളം നന്നായി ഒരു വലിയ പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. ആ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴാണ് ഇതിങ്ങനെ ചുരുട്ടി കെട്ട്. ഇപ്പോൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ 250 അരിപ്പൊടിക്ക് തന്നെ ഇപ്പോൾ ഇത്രയും അധികം ഇലയിൽ നമ്മൾ ചുറ്റി കെട്ടിയിട്ടുണ്ട്. ഇത് അണിഞ്ഞ് ചുറ്റി കെട്ടിയിട്ടുണ്ട്. ഈ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് ഇത് ഈ അട ഇങ്ങനെ കിടന്ന് വേവണം. ഇതാണ് അട എന്ന് പറയണത്. ഇത് അട ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ അരിപ്പൊടി ഇങ്ങനെ അതിൽ കിടന്ന് നന്നായി വെട്ടി തിളച്ച് വേവണം. ഒരു 10 മിനിറ്റ് കിടന്ന് വേവേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ കോരി എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ ശർക്കര നമുക്ക് പാനിയാക്കാം. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇങ്ങനെ ഉരുകി വരിക. അങ്ങനെയാണല്ലോ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുക. ശർക്കര പാനി പിന്നെ അരിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഒഴിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് ഇറക്കി വയ്ക്കുമ്പോഴേക്കും അത് ചൂടായിട്ടുണ്ടാവും. ഈ ശർക്കര പാനി റെഡി ആകുമ്പോഴേക്കും എടുത്തു വെച്ച അട ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് അഴിച്ചിട്ട് ഈ അടയൊക്കെ ഒരു പാത്രത്തിലേക്ക് കൊട്ടുക. അപ്പോൾ പൊടിഞ്ഞിട്ടും കഷ്ണങ്ങളായിട്ടും ഒക്കെയാണ് വീഴുക. പിന്നെ ഇതിനെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 2 പ്രാവശ്യം ഒന്ന് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിടുമ്പോഴേക്കും തന്നെ അതൊക്കെ നുറുങ്ങിയിട്ടുണ്ടാവും. വേറെ കൊത്തി നുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിന് ശേഷമാണ് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നാളികേരപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ഒരു വലിയ ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ അടയിടുക. അടയിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ശർക്കരപ്പാനി മാത്രമേ ഒഴിക്കുകയുള്ളൂ, വേറെ ഒന്നും ഇപ്പോൾ ഒഴിക്കില്ല കേട്ടോ. എന്നിട്ട് ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഇത് വേവണം. നന്നായി വെന്ത് ആ ശർക്കരപ്പാനി വറ്റി കുറുകി വരുന്ന അപ്പോഴാണ് ഈ അടയിലേക്ക് ഈ ശർക്കരയൊക്കെ നന്നായി പിടിച്ച് അതിൻ്റെ മധുരം അതിലിറങ്ങി അടയ്ക്ക് മധുരം ഉണ്ടാവുള്ളൂ. ആദ്യം നമ്മൾ ഈ പൊടിയിൽ വേറെ ഒന്നും ചേർക്കാതെയാണ്, വെറുതെയാണ് ആ പൊടി കുറുക്കി ഒഴിച്ചിലേക്ക് നമ്മൾ ആദ്യത്തെ 3-ാം പാൽ ഒഴിക്കുകയാണ്. പറഞ്ഞ് തെറ്റിപ്പോയിട്ടോ, സോറി. 3-ാം പാൽ ഒഴിക്കുകയാണ്. 3-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ, ഒരു 2 മിനിറ്റ് തിളച്ച് വരുമ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കും. 2-ാം പാലും ഒഴിച്ച് നന്നായി ഒന്ന് വേവണം. ഇത് ഇരുന്ന് അട ആദ്യമേ വെന്തിട്ടുണ്ട്, എന്നാലും ഇത് ആ ശർക്കരയും നാളികേരപ്പാലും എല്ലാം കൂടി ഒന്ന് കൂടിച്ചേർന്ന് വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ആയി വരണം. അങ്ങനെ ആയി തിളച്ച്, അപ്പോൾ അതിന് ഒരു 10 മിനിറ്റ് എടുക്കും. അങ്ങനെ തിളച്ച് കുറുകി ഒന്ന് ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ ഒഴിക്കുന്നത് 1-ാം പാലാണ് എടുത്ത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ നമ്മൾ പിന്നെ ഒഴിച്ചിട്ടുണ്ട്. അതായത് 3-ാം പാലും 2-ാം പാലും ഒഴിച്ച് നല്ലൊരു വെന്തൊരു 10 മിനിറ്റോളം തിളച്ച് വെന്ത് ആ ഒരു കൺസിസ്റ്റൻസി പാകമാകുമ്പോഴാണ് 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കരുത്, തിള വരാനേ പാടുള്ളൂ. കണ്ട തിള വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ല കട്ടിയുള്ള പാത്രമാകുമ്പോൾ ആ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൽ നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടുക. കുറച്ചൊരു സ്പൂണ് ഏലക്ക പൊടിച്ചതും ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയൊന്നുമല്ല, അങ്ങനെ ഒരു റോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള അടയല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. പണ്ടുള്ളവരൊക്കെ ചെയ്തു തരുന്നതാണ്, ഇപ്പോൾ ഒക്കെ കടയിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ചെയ്തില്ലെങ്കിലും ഇങ്ങനെയാണ് നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കുക, അട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പഠിക്കാമല്ലോ. അന്ന് കണ്ട് മനസ്സിലാക്കെങ്കിലും ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയേട്ടാ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും അടപ്രഥമൻ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? എങ്ങനെയാണ് ഇപ്പോൾ പുതിയ കുട്ടികൾക്കൊന്നും, പുതിയ ആൾക്കാർക്കൊന്നും അറിയുണ്ടാവില്ല. അടപ്രഥമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കടയിൽ പോയി ഒരു പാക്കറ്റ് അട വാങ്ങിക്കുന്നു, ഉണ്ടാക്കുന്ന അത്ര അറിയുണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഈ അട ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണങ്ങലരിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ കഴിയുമ്പോൾ ഉണങ്ങലരി കിട്ടിയാൽ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതേ പായസം ഇവിടെ റെഡിയാണ്. കഴിച്ചാൽ എങ്ങനെയാണ് സംശയമില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. നാളികേരപ്പാല്, ശർക്കര, ആ മധുരമൊക്കെ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർ എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല രസം. അതിന് ഒരു വേറെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയല്ലേ, ഈ അരി ഇങ്ങനെ വാട്ടിയെടുത്ത് മാവ് അടയൊക്കെ എടുത്തിട്ടുണ്ടാക്കുന്നല്ല. അതുകൊണ്ട് തന്നെ തോന്നി വേറൊരു ടേസ്റ്റ് ഒന്നും വരില്ല. നമ്മൾ പാക്കറ്റ് അട വാങ്ങിച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിന് എന്തോ ഒരു, എപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ പറയുക, ഒരു വേറൊരു എന്തിൻ്റെയൊക്കെയോ അതിൽ ചേർത്തതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു വേറൊരു ടൈപ്പ് സ്മെല്ലൊക്കെ അതിന് വരും. പക്ഷെ ഇതൊന്നുമില്ല, നമ്മൾ നല്ല പ്യൂറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അട ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാവും. അപ്പോൾ പട ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ഇങ്ങനെ ഇത്തിരി മെനക്കിടും പണിയൊക്കെ തന്നെയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ. അത്രയേ ഉള്ളൂ.